ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് അലിൻമ ബാങ്കിൻ്റെ ഐപേ വാലറ്റിൽ നിന്നും യുആർപേ വാലറ്റിലേക്ക് എങ്ങനെയാണ് മണി ട്രാൻസ്ഫർ ചെയ്യുക എന്നുള്ളതാണ്. അലിൻമ ബാങ്കിൻ്റെ ഐ വാലറ്റിൽ നിന്നും അക്കൗണ്ട് നമ്പർ ഉപയോഗിച്ചും അതുപോലെ കാർഡ് ഡീറ്റെയിൽസ് കൊടുത്തുകൊണ്ടും നമുക്ക് മണി സെൻഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് അലിൻമ ബാങ്കിൻ്റെ കാർഡ് ഡീറ്റെയിൽസ് കൊടുത്തുകൊണ്ട് എങ്ങനെയാണ് ഫ്രീ ആയിട്ട് യുആർപേ വാലറ്റിലേക്ക് മണി സെൻഡ് ചെയ്യുക എന്നുള്ളതാണ്. അലിൻമ വാലറ്റിനെ കുറിച്ചും അതുപോലെ യുആർപേ വാലറ്റിനെ കുറിച്ചും അതുപോലെ ഒരുപാട് വീഡിയോകൾ നമ്മുടെ ചാനൽ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ വീഡിയോ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ നൽകുന്നതാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റായി അറിയിക്കുക. ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്കായി നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വയ്ക്കുക. എന്നാൽ നമ്മുടെ ചാനൽ പോസ്റ്റ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് ഉടൻ തന്നെ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അതിനുവേണ്ടി നിങ്ങളുടെ അലിൻമ വാലറ്റ് ലോഗിൻ ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ അലിൻമ വാലറ്റിൻ്റെ കാർഡ് ഉപയോഗിച്ചും അതുപോലെ അക്കൗണ്ട് നമ്പർ ഉപയോഗിച്ചും യുആർപേ വാലറ്റിലേക്ക് മണി ആഡ് ചെയ്യാം. നമ്മളിവിടെ കാണിക്കാൻ പോകുന്നത് കാർഡ് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ യുആർപേ വാലറ്റിലേക്ക് മണി ആഡ് ചെയ്യാമെന്നുള്ളതാണ്. അതിനായി ഏറ്റവും താഴെ കാണുന്ന കാർഡ് എന്നുള്ള ബട്ടൺ കാണാൻ സാധിക്കും. കാർഡിൻ്റെ ഒരു ചിത്രം, അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കാർഡ് ഇവിടെ തെളിഞ്ഞു വന്നിരിക്കുന്നത് കാണാം. ഇനി കാർഡിൻ്റെ നമ്പർ, എക്സ്പയറി ഡേറ്റ്, എക്സ്പയറി ഇയർ, കാർഡിൽ കൊടുത്തിരിക്കുന്ന പേര് എല്ലാം നമുക്ക് എടുക്കണം. അതിനുവേണ്ടി കാർഡ് ഇൻഫോ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ കൊടുത്തിരിക്കുന്ന അലിൻമ വാലറ്റിൽ കൊടുത്തിരിക്കുന്ന മൊബൈൽ നമ്പറിലേക്ക് ഒരു 4 അക്ക വെരിഫിക്കേഷൻ കോഡ് വരുന്നതാണ്. നിങ്ങൾക്ക് ലഭിച്ച വെരിഫിക്കേഷൻ കോഡ് ഈ ബോക്സിൽ എൻ്റർ ചെയ്ത് കൊടുക്കുക. എനിക്കിപ്പോൾ വെരിഫിക്കേഷൻ കോഡ് വന്നിട്ടുണ്ട്, ഞാനിവിടെ എൻ്റർ ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നിങ്ങളുടെ കാർഡിൻ്റെ നമ്പർ, അതുപോലെ കാർഡിൽ കൊടുത്തിരിക്കുന്ന പേര്, എക്സ്പയറി ഡേറ്റ്, എക്സ്പയറി ഇയർ, CVV നമ്പർ എല്ലാം കാണാൻ സാധിക്കുന്നതാണ്. അതെല്ലാം ഇവിടെ നിന്ന് കോപ്പി ചെയ്ത് നേരെ നിങ്ങളുടെ യുആർപേ വാലറ്റ് ലോഗിൻ ചെയ്യുക. അതിനുശേഷം ഏറ്റവും ആദ്യം കാണുന്ന ആഡ് മണി എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് ബാങ്ക് കാർഡ് എന്നൊരു ഓപ്ഷൻ കാണാം, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര എമൗണ്ട് ആണോ നമ്മൾ ആഡ് ചെയ്യേണ്ടത് ആ ഒരു എമൗണ്ട് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്ത് നെക്സ്റ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഞാൻ നേരത്തെ ആഡ് ചെയ്ത കാർഡുകളാണ് ഇവിടെ കാണുന്നത്. ഇനി നിങ്ങൾക്ക് പുതിയ കാർഡ് ആഡ് ചെയ്യാനായി ആഡ് ന്യൂ കാർഡ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് സ്കാൻ ചെയ്തുകൊണ്ട് കാർഡ് ഡീറ്റെയിൽസ് ഇതിലേക്ക് ആഡ് ചെയ്യാം. അല്ലെങ്കിൽ എൻ്റർ ഡീറ്റെയിൽസ് മാനുവലി എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ കാർഡിൽ കൊടുത്തിരിക്കുന്ന പേര്, അതുപോലെ എക്സ്പയറി ഡേറ്റ്, എക്സ്പയറി ഇയർ, CVV നമ്പർ എല്ലാം കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് കാർഡ് ഇതിലേക്ക് ആഡ് ചെയ്യാം. ഏറ്റവും മുകളിൽ കാണുന്ന ബോക്സിൽ നിങ്ങളുടെ പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിന് തൊട്ട് താഴെയായി നിങ്ങളുടെ കാർഡിൽ കൊടുത്തിരിക്കുന്ന 16 അക്ക നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം എക്സ്പയറി ഡേറ്റ്, എക്സ്പയറി ഇയർ, മൂന്നാമത്തെ കോളത്തിൽ എക്സ്പയറി ഡേറ്റും എക്സ്പയറി ഇയറും ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കാർഡ് സേവ് ചെയ്യണമെങ്കിൽ സേവ് കാർഡ് എന്നുള്ള ആ ഒരു ബോക്സിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഒരു ബോക്സ് ഓപ്പണായി വരും. അവിടെ നിങ്ങൾക്ക് ഈ കാർഡിന് ഒരു പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നെക്സ്റ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങളുടെ കാർഡിൻ്റെ CVV നമ്പർ കൊടുക്കാനുള്ള ബോക്സാണ് ഓപ്പണായി വന്നിരിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ കാർഡിൻ്റെ 3 അക്ക CVV നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ശേഷം കൺഫേം എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾ അലിൻമ ബാങ്കിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പറിലേക്ക് ഒരു വെരിഫിക്കേഷൻ കോഡ് വരുന്നതാണ്. നിങ്ങൾക്ക് ലഭിച്ച വെരിഫിക്കേഷൻ കോഡ് ഈ താഴെ കാണുന്ന ബോക്സിൽ എൻ്റർ ചെയ്ത് കൊടുത്ത് കൺഫേം എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇനി നിങ്ങൾ കൊടുക്കുന്ന വെരിഫിക്കേഷൻ കോഡ് തെറ്റായി പോയിട്ടുണ്ടെങ്കിൽ റീസെൻ്റ് OTP എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഒന്നുകൂടി വെരിഫിക്കേഷൻ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ വെരിഫിക്കേഷൻ സക്സസ്ഫുൾ ആയി കഴിഞ്ഞു. യുആർപേ വാലറ്റിലേക്ക് 20 റിയാൽ ആഡായി കഴിഞ്ഞു. അതിൻ്റെ മെസ്സേജാണ് നിങ്ങൾക്ക് ഇവിടെ കാണുന്നത്. അപ്പോൾ ഈ രീതിയിൽ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ATM കാർഡ്, അതായത് ഡെബിറ്റ് കാർഡോ ഏത് കാർഡ് ഉപയോഗിച്ചും യുആർപേ വാലറ്റിലേക്ക് മണി ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഫീസൊന്നുമില്ല, ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ബാങ്ക് ട്രാൻസ്ഫർ ആണെങ്കിൽ അതിനൊരു ചെറിയൊരു സർവീസ് ചാർജ് അവർ ഈടാക്കുന്നുണ്ട്. ഓരോ ബാങ്കിലും ഓരോരോ രീതിയിലുള്ള സർവീസ് ചാർജാണ് ഈടാക്കുന്നത്. കാർഡ് ഉപയോഗിച്ച് ആഡ് ചെയ്യുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് യുആർപേ വാലറ്റിലേക്ക് മണി ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് വീഡിയോ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റായി അറിയിക്കുക.
ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്കായി നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വയ്ക്കുക. എന്നാൽ നമ്മുടെ ചാനൽ പോസ്റ്റ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് ഉടൻ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അപ്പോൾ ഇതിലും നല്ലൊരു അറിവുമായി അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ഗുഡ് ബൈ.